أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. മാന്യ സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഖുത്ബ ഓതിയത് ഡോക്ടർ ഫൈസൽ ഖസാവിയാണ്. അദ്ദേഹം ചർച്ചക്കെടുത്തതായ വിഷയം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൻ്റെ സുന്നത്തിനെ കുറിച്ചാണ്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ച് അവന് ചില പതിവുകളുണ്ട്. ആ പതിവുകൾ പോലെ മാത്രമേ എന്തും എവിടെയും നടക്കുകയുള്ളൂ. ആകാശത്തിലാവട്ടെ, ഭൂമിയിലാവട്ടെ, പ്രപഞ്ചത്തിൽ ആ സകലം. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്കറിയിച്ചത്. അള്ളാഹുവിൻ്റെ സുന്നത്തിനൊരു തബ്ദീലോ ചേഞ്ചോ വ്യത്യാസമോ നീ കാണുന്നത് തന്നെയല്ല. അള്ളാഹു എങ്ങനെ മുൻ തീരുമാനമെടുത്തു ആ തീരുമാനമനുസരിച്ചിട്ട് മാത്രമേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ, ചരിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ, സംഭവിക്കുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനത്തിൽപ്പെട്ടതാണ് അന്നൽ ഇൻസാന ലാ യജ്നി ഇല്ലാ മാ സറ. മനുഷ്യൻ എന്താണ് ഇവിടെ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവൻ ഇവിടെ നടുന്നത്. നടുക എന്ന് പറഞ്ഞാൽ കൃഷിയെ. എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, ആ കൃഷിയിൽ നിന്നിട്ട് ആയിരിക്കും റിസൾട്ട് ഉടലെടുക്കുക. കൃഷിയില്ലാതെ റിസൾട്ട് ഉണ്ടാവുകയില്ല, കൃഷിയില്ലാതെ അതിൽ ഉൽപ്പന്നം ഉണ്ടാവുകയില്ല. അത് അള്ളാഹുവിൻ്റെ സുന്നത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഇവിടെ എന്ത് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ ഫലം അവൻ കണ്ടുകൊണ്ടേ ഇരിക്കും. ദുനിയാവിലും കാണും, പരലോകത്തിലും കാണും. അപ്പോൾ ഇവിടെ ഈ യാഥാർത്ഥ്യം അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു പച്ച പ്രമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അത് ഖുർആനും സുന്നത്തും സ്ഥാപിച്ചതായ യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിൽ പറഞ്ഞ ഭാഗം എന്താണ്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരണുവിന്റെ അത്ര ഇവിടെ ഒരാൾ അമൽ ചെയ്താൽ അത് അവൻ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുവിന്റെ അത്ര ഇവിടെ വല്ല ദൂഷ്യവശം തെറ്റായ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണുക തന്നെ ചെയ്യും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ഒരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നന്മ ചെറുതോ വലുതോ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിന്റെ 10 ഇരട്ടിയാണ് ലഭിക്കുക. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ചുരുങ്ങിയാൽ 1/10 ആണ് നൽകുക. അതേ സമയത്ത് ഒരു മനുഷ്യൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ അനുഗ്രഹം കാരണത്താൽ, അവന്റെ നീതിയും ലുത്ഫും കാരണത്താൽ അവൻ 1 മാത്രമേ നൽകുകയുള്ളൂ. തെറ്റായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തെറ്റിന് 1 ശിക്ഷ മാത്രമാണ്, എന്നല്ലാതെ ഒരു തെറ്റിന് 10 മടങ്ങ് ശിക്ഷയില്ല. അതെ, അപ്പോൾ ഒരാൾ പ്രവർത്തിച്ചതിന്റെ റിസൾട്ട് മാത്രമാണ് ഇവിടെ കാണുക എന്നത് അള്ളാഹുവിന്റെ കൗനിയായ സുന്നത്തിൽപ്പെട്ടതാണ്. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മുൻ തീരുമാനവും പതിവിലും പെട്ടതാണ്. ആ പതിവ് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഖുദ്സിയ ഹദീസിൽ, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ നഫ്സിന്റെ മേലിൽ ദുൽമിനെ ഹറാമാക്കിയിരിക്കുകയാണ്, ഞാൻ ആക്രമിക്കുകയില്ല എന്ന് എന്റെ മുൻ തീരുമാനമാണ്. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്. നിന്റെ നാഥനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അടിമകളെ തീരെ ആക്രമിക്കുന്നതല്ല എന്ന് ഖുർആൻ പറയുന്നതാണ്. അടിമകളെ ആക്രമിക്കുന്നതല്ല, അടിമകളോട് അനീതി കാട്ടുന്നതല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നീതിയിൽ നീതിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുൽമ അവനിൽ തീണ്ടുകയില്ല എന്നർത്ഥം. എന്നാൽ വജഅൽതുഹു ബൈനക്കും മുഹറമ, അതുകൊണ്ട് ഞാൻ നീതിയല്ലാതെ ഇഷ്ടപ്പെടുകയില്ല എന്നതുകൊണ്ടും ഞാൻ നീതി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതുകൊണ്ടും, അല്ലയോ എന്റെ അടിമകളെ, നിങ്ങൾക്കും ഞാൻ ഇതാ ഹറാമാക്കിയിരിക്കുകയാണ്, അക്രമത്തെ ഹറാമാക്കിയിരിക്കുകയാണ്, അനീതിയെ. അപ്പോൾ അനീതി നിങ്ങളും കാട്ടരുത്, നിങ്ങളും ചെയ്യരുത്, ഞാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളും ഇഷ്ടപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഫലാ തദാലമു, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ആക്രമിക്കുന്നവരായിട്ട് മാറരുത്. അതുപോലെ തന്നെ യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ മുൻ തീരുമാനമാണ്, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ,
നിങ്ങൾ അഥവാ ഷിട്ടികൾ രാത്രിയും പകലിലും ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികൾ ആസകലം, മറ്റു ഹദീസിൽ വന്നതുപോലെ ആദമിന്റെ സന്തതികൾ ആസകലം പിഴവ് വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ്. പിഴവ് ഉണ്ടാവുക എന്നത് മനുഷ്യ സഹജമാണ്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ എവിടെയാണ് ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ? ആ ഹദീസിന്റെ പരിപൂർണതയിൽ റസൂൽ പറയുന്നത് എന്താണ്? ഏറ്റവും ഉത്തമരാരാണ്? അക്കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്നവരിൽ തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ, പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ, തെറ്റിൽ നിന്നിട്ട് മോചിക്കണമെന്ന നിർബന്ധം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നവർ, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ എന്ന അർത്ഥത്തിലേക്ക് അള്ളാഹു പറയുകയാണ്. ഞാൻ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നതായ ആ മക്ക ഇമാം ഓതിയതായ ഹദീസിൽ, യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രിയും പകലും തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ വലാ ഉബാലി, ഞാനാണെങ്കിൽ ഈ പാപങ്ങൾക്ക് മാഫി ചെയ്തുകൊണ്ടേ ഇരിക്കും, ഞാൻ കൂട്ടാക്കുന്നതല്ല ആരെയും. ഞാൻ എന്റെ തീരുമാനമാണ്, എന്റെ അടിമകൾ പാശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ പാശ്ചാത്താപമാണെങ്കിൽ, തൗബയുടെ ശർത്തൊത്ത പാശ്ചാത്താപമാണെങ്കിൽ, ഹൃദയം തട്ടി പാശ്ചാത്തപിക്കുന്ന പാശ്ചാത്താപമാണെങ്കിൽ, കുറ്റം സമ്മതിച്ചു കൊണ്ടുള്ളതായ പാശ്ചാത്താപമാണെങ്കിൽ, തൗബയാണെങ്കിൽ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ മുൻ തീരുമാനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മുൻ തീരുമാനവും അവന്റെ ആ സുന്നത്തിലും പെട്ടതാണ്, പതിവിലും പെട്ടതാണ്. ഇവിടെ ജനങ്ങൾ എന്താണ് കൃഷി ഉണ്ടാക്കിയത്, അതിൽ നിന്നിട്ടാണ് ഉൽപ്പന്നം ഉണ്ടാവുക. അഥവാ എന്താണ് പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ കാണുക എന്നല്ലാതെ സ്വർഗത്തിന്റെ വാതിലുകൾ വെറുതെ ഇങ്ങനെ തുറന്നു കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റൊന്നും ചെയ്യാതെ ഇവിടെ ജീവിക്കുന്നവരെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നും ആരും മനസ്സിലാക്കരുത്. അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടതല്ല അത്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നാം ഈ ദുനിയാവിൽ മക്ക ഇമാം പറയും പോലെ ബിസിനസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ബിസിനസ് നടക്കുന്ന സന്ദർഭത്തിൽ കുല്ലുന്നാസി യഗ്ദു, റസൂൽ പറയുന്നു, ഫബായിഉൻ നഫ്സ ഫമുഅതിഖുഹാ ഔ മുബിഖുഹാ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യൻ ഇവിടെ രാവിലെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങി പോകുന്നു. എന്തിനാണ്? സമ്പാദിക്കാൻ വേണ്ടി. ഫബായിഉൻ നഫ്സഹു, ഒന്നിരിക്കലോ അവൻ ആ രാവിലെയുള്ളതായ ആ ബിസിനസ് അഥവാ പള്ളിയിലേക്ക് പോകുന്നു, നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് കാട്ടുന്നത്? അവൻ കാട്ടുന്നതായ ആ പ്രവർത്തനത്തിലൂടെ അവന്റെ ശരീരത്തെ അവൻ നരകത്തിലിട്ട് മോചിപ്പിക്കുന്നു. അല്ലെങ്കിലോ അവൻ വടക്ക് പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനത്തിലൂടെ ഔ മൂബിഖുഹ, അവന്റെ ശരീരത്തെ അവൻ നശിപ്പിക്കുന്ന അവന്റെ പ്രവർത്തനത്തിലൂടെ, അഥവാ അവന്റെ അക്രമത്തിലൂടെ, അവന്റെ അനീതിയിലൂടെ. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നു അതിന്റെ പ്രതിഫലമാണ് അവൻ കണ്ടുകൊണ്ടേ ഇരിക്കുക. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. തിന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട തിന്മ ചെയ്യാൻ വേണ്ടിയല്ല, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട നന്മ ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യനോട് വിരോധിക്കപ്പെട്ടതാണ് തിന്മ. അങ്ങനെയുള്ള തിന്മകൾ അവൻ ചെയ്യുന്നതായ വേളയിൽ അവന്റെ ഹൃദയത്തിൽ ഇടുക്കുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു. അവന്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതല്ല. അത് മനുഷ്യ സഹജമാണ്. എന്തുകൊണ്ട്? മനുഷ്യനെ സൃഷ്ടിച്ചത് തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല എന്നതുകൊണ്ട് തന്നെ. എത്ര കണ്ട് മനുഷ്യൻ ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത്ര കണ്ട് അവന് പ്രയാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദയത്തിൽ കുടുസായ ഹൃദയമായി മാറുന്നു. അതുപോലെ തന്നെ നമ്മോട് അഥവാ ഷിട്ടികളോട് കൽപ്പിക്കപ്പെട്ട കൽപ്പന, അത് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ വിധികളെ ജീവിതത്തിൽ പകർത്തുകയും വിലക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുകയും ചെയ്യണം എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ് വന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഹഖ്ഖ തുഖാതി, ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക എന്ന അർത്ഥത്തിലേക്ക്. അതേ സമയത്ത് അള്ളാഹുവിന്റെ രണ്ടാമത്തെ കൽപ്പന എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന കൽപ്പന നമ്മളോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. എന്തുകൊണ്ട്? നാം മുസ്ലിമായിട്ടാണോ മരിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റു രൂപത്തിലാണോ മരിക്കേണ്ടത് എന്നത് നമ്മുടെ പ്രവർത്തനമാണ് കുറിക്കുക. നമ്മുടെ പ്രവർത്തനം മുസ്ലിമായി ജീവിക്കാൻ വേണ്ടിയാണ് എങ്കിൽ, മുസ്ലിങ്ങൾ പോകുന്ന റൂട്ടിൽ, അവർ പോകുന്ന ലൈനിൽ, അവർ പോകുന്ന വഴിയിൽ, അവർ പോകുന്ന മനഹജിൽ, അള്ളാഹു പറഞ്ഞതായ ലൈനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ടിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി പഴച്ചു പോകുന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച മനുഷ്യനെ പിടിച്ച് അള്ളാഹു ശിക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ കടത്തുകയില്ല. കാരണം അള്ളാഹു നീതിമാനാണ്. നേരെ മറിച്ചും സംഭവിക്കുന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത വിഭാഗത്തെ പിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്? അള്ളാഹു
സുബ്ഹാനഹു വ തആല നീതിമാനായതുകൊണ്ട് ഒന്നിരിക്കലോ അവൻ അതിന് എന്ത് വേണം, അവൻ തൗബ ചെയ്തത് കാരണത്താൽ അവന് മാഫ് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അവനെ ആ തെറ്റുകളുടെ പാപങ്ങളുടെ തോതനുസരിച്ചിട്ട് അവന് ശിക്ഷ നൽകുകയും വേണം. അത് ശിർക്കല്ലെങ്കിൽ, ശിർക്കാണെങ്കിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുകയോ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയോ അറക്കുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതായ ആരാധനകൾ നിന്നിട്ട് വല്ല ഇനങ്ങളും ഷിട്ടികൾക്ക്, കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ജിന്നുകൾക്ക്, അല്ലെങ്കിൽ മലക്കുകൾക്ക്, അങ്ങനെ അല്ലാഹു സൃഷ്ടിച്ച ഷിട്ടികൾക്ക്, അല്ലെങ്കിൽ ബിംബങ്ങൾക്ക്, അല്ലെങ്കിൽ വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക് നൽകുകയാണെങ്കിൽ അവൻ അല്ലാഹുവിനെ തരം താഴ്ത്തിയവനാണ്, അവൻ അല്ലാഹുവിനെ വിലവെക്കാത്തവനാണ്. അല്ലാഹുവിന്റെ മഹാ അളമത്തിനെ അല്ലാഹു പറയുന്നത് പോലെ ഖുർആനിൽ പലയിടങ്ങളിലും പല ശൈലിയിലും പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് എന്ത്, അല്ലാഹുവിന്റെ വഖാറിനെ നിങ്ങൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹു നൽകേണ്ടതായ ആ ബഹുമതിയും അല്ലാഹുവിനുള്ള നൽകേണ്ടതായ വഖാറിനെ നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന് നൽകുന്നില്ല, ബഹുമതി നൽകുന്നില്ല, ബഹുമാനം നൽകുന്നില്ല, സ്റ്റാൻഡേർഡ് നൽകുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ആ ബഹുമതിയും ബഹുമാനവും സ്റ്റാൻഡേർഡും പദവിയും അല്ലാഹുവിന്റെ ഉയർന്ന കഴിവ് കൽപ്പ് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന വ്യക്തി ആ അല്ലാഹുവിന് നൽകേണ്ടതായ ആരാധനകളിൽ വീഴ്ച വരുത്തുന്നതല്ല. ആ വീഴ്ച വരുത്താതിരിക്കുമ്പോൾ അവൻ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറുന്നു. ആ സന്ദർഭത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. ഭൂമിയിൽ തന്നെ അവന് നല്ല ശാന്തിയും സമാധാനവും വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു. അല്ലാഹുവിലേക്ക് അടുക്കുന്നവനായി അവൻ അനുഭവപ്പെടുന്നു, അടുത്തവനായി അനുഭവപ്പെടുന്നു. മക്ക ഇമാം പറയുന്നത് പോലെ നാം നമസ്കരിച്ചില്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടുസായ ജീവിതമായി നമുക്ക് അനുഭവപ്പെടും. ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുകയില്ല. സത്യവിശ്വാസിയായ ഒരു മനുഷ്യനിൽ നിന്നിട്ട് നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് സംഭവിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവൻ അതിന്റെ എഫക്ട് തട്ടുക തന്നെ ചെയ്യും, അതിന്റെ പ്രയാസം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ നിന്നിട്ട് തന്നെ അവന് നൽകിയ ജീവിതം അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാത്ത, അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത, അള്ളാഹുവിന് സുജൂദ് ചെയ്യാത്ത, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തിന്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്മയെ പ്രതീക്ഷിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന അവൻ ധിക്കരിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ? നാം എങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ വലില്ലാഹിൽ മസലുൽ അലാ, അള്ളാഹുവിനോട് ഷിട്ടികളെ ഉദാഹരണപ്പെടുത്താൻ പാടുള്ളതല്ല. അവന്റെ മസൽ വളരെ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള മസലാണ്. അതേ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി മക്ക ഇമാം പറയുന്ന രൂപമാണ്, നാം മനുഷ്യന്മാർക്ക് നന്മ ചെയ്താൽ നമുക്ക് അവരിൽ നിന്നിട്ട് നന്മയെ പ്രതീക്ഷിക്കാം. നാം മനുഷ്യന്മാരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നിട്ട് ഇഹ്സാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അവരിൽ നിന്നിട്ട് നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതുകൊണ്ട് നാം അവരെ സ്നേഹിച്ചില്ല, നാം അവരെ സേവിച്ചില്ല, നാം അവരെ ബഹുമാനിച്ചില്ല, നാം അവരെ ആദരിച്ചില്ല, നാം അവർക്ക് വേണ്ടതായ ഖിദ്മത്ത് ചെയ്തില്ല എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ജീവിച്ചിട്ട് അള്ളാഹു അനുഗ്രഹിക്കണമെന്നും അള്ളാഹു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നും എന്റെ ഉദ്ദേശം നിറവേറ്റണമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ എന്തൊരർത്ഥമാണുള്ളത്? അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ ഭാര്യയിൽ നിന്നിട്ട് അവന്റെ കുടുംബത്തിൽ നിന്നിട്ട് ഹുസ്നുൽ ഇശ്റ പ്രതീക്ഷിക്കുക? ഭാര്യ ഭർത്താവ് തമ്മിൽ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല സ്വഭാവത്തിലായിരിക്കണം ജീവിക്കേണ്ടത്. നല്ല സ്വഭാവിയായി ജീവിക്കുകയില്ല എന്നിട്ട് നല്ല രീതിയിൽ എന്നോട് എന്റെ ഭാര്യ പെരുമാറട്ടെ എന്ന് പ്രതീക്ഷിക്കുക. നല്ല സ്വഭാവത്തിൽ പെരുമാറുകയില്ല എന്നിട്ട് എന്റെ ഭർത്താവ് നല്ല ഭർത്താവ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുക. ഭാര്യയ്ക്കാവട്ടെ ഭർത്താവിനാവട്ടെ അങ്ങുമിങ്ങും ആ രൂപത്തിലുള്ളതായ പ്രതീക്ഷകൾ അത് പ്രയോജനപ്പെടാത്തതാണ്. എന്തുകൊണ്ട്? നമുക്കറിയാവുന്നതുപോലെ നാം അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിക്കാതെ അവന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നിട്ട് നന്മ പ്രതീക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന രൂപത്തിലാണ് മക്ക ഇമാം എന്ന് സംസാരിച്ചത്. അല്ലാഹു പറയുന്നു, മാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് വല്ല മുസീബത്തും ഭൂമിയിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ്? നിങ്ങൾ ചെയ്തതായ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ്, പ്രതികാരമാണത്. നിങ്ങൾ ഭൂമിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തെറ്റുന്നതായ മുസീബത്ത് അത് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്നിട്ട് വരുന്നതായ തെറ്റിലൂടെയും വീഴ്ചയിലൂടെയുമാണ്. അപ്പോൾ അള്ളാഹു ആണെങ്കിൽ വയഅഫു അൻ കസീർ, ധാരാളം അവൻ പുറത്തുകൊണ്ടേയിരിക്കുന്നവനാണ്. എന്നാലും നമ്മുടെ തെറ്റായ ഭാഗങ്ങളെ തീർച്ചയായിട്ടും നാം അതിന്റെ പ്രതികാരം ഭൂമിയിൽ നിന്നിട്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായ പ്രയാസം ഉണ്ടാകും, കുടുസായ ജീവിതമായി തോന്നും. എപ്പോൾ പാപങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ മൻസറ ഖൈറൻ ഹസദ ഖൈറ എന്ന് മക്ക ഇമാം പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന രണ്ടാമതായി വീണ്ടും മടക്കി പറഞ്ഞതുമായ ആ ഭാഗം ഇപ്പോൾ ഇതുവരെ നാം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ ഈ വാക്കുകൾ സ്ഥിരീകരിക്കുന്ന, ഈ യാഥാർത്ഥ്യങ്ങൾ സ്ഥിരീകരിക്കുന്ന, ഈ
പ്രമാണങ്ങൾ സ്ഥിരീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും നല്ലത് നട്ടുപിടിപ്പിച്ചാൽ അതിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് സന്തോഷിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്നതാണ് എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ നബിയായ മൂസ നബി അലൈഹിസ്സലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാണെന്ന് പറയപ്പെടുന്ന ഖദർ അലൈഹിസ്സലാം അല്ലെങ്കിൽ സാലിഹായ മനുഷ്യൻ, അവർ രണ്ടുപേരും ഒരു യാത്ര ചെയ്തതായ സന്ദർഭത്തിൽ അവിടെ ഒരു മഹാമതിൽക്കെട്ടിനെ കണ്ടപ്പോൾ, ആ തടസ്സത്തെ കണ്ടപ്പോൾ അതിനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ശരിയാക്കുകയും, അപ്പോൾ എന്തിനാണ് നിങ്ങളത് കാട്ടിയത്? നമുക്ക് ഫലമില്ലാത്ത, നമുക്ക് നന്മ ചെയ്യാത്ത, നമുക്ക് ഭക്ഷണം നൽകാത്ത ഈ വിഭാഗത്തിനെ നിങ്ങൾ എന്തിന് സപ്പോർട്ട് ചെയ്തു? അവർ നിങ്ങൾ എന്തിന് സഹായിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് മഹാനായ ഖദർ അലൈഹിസ്സലാം മറുപടി നൽകിയത് അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹതഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹ എന്നായിരുന്നു. ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ മതിൽക്കെട്ടിന്റെ താഴെ എന്തുണ്ടായിരുന്നു? രണ്ട് യതീം മക്കളുടെ സമ്പത്തുണ്ടായിരുന്നു, കൻസുണ്ടായിരുന്നു. ആ നിധി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാട്ടിയത്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം? വകാന അബൂഹുമാ സാലിഹ. ആ രണ്ട് യതീം മക്കളുടെ വാപ്പ ആരായിരുന്നു? വകാന അബൂഹുമാ സാലിഹ. ആ രണ്ടുപേരുടെയും വാപ്പ സാലിഹായിരുന്നു. അപ്പോൾ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനിൽ മാത്രമല്ല അത് ഫലിക്കുക, അവന്റെ മക്കളിലും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നതാണ് ഇതിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാം നല്ല മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ മക്കളിൽ കാണാൻ സാധിക്കും, നമ്മുടെ സലാഹിന്റെ ഫലം നമ്മുടെ മക്കളിൽ കാണാൻ സാധിക്കും എന്നതിന് അതിൽ തെളിവുണ്ട് എന്നാണ് ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നല്ല റിസൾട്ട് നന്നായിട്ട് ഇവിടെ ഭൂമിയിൽ നിന്നിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കും എന്നതിലേക്ക് തെളിവാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹു മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ എന്ന ആയത്തും ഇവിടെ സ്മരണീയമാണ്. ആരെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല അമലുകളാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹു മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിട്ടാണ്, അവൻ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായിട്ടാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടാണ്, അള്ളാഹു റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ടാണ്, ഇവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ജീവിക്കുന്ന മനുഷ്യനിൽ നിന്നിട്ടാണ് നന്മ ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും അവന് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ചാൻസ്, ചുറ്റുപാട് ഭൂമിയിൽ നിന്നിട്ട് തന്നെ അവന് ലഭിക്കുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു ഖുർആനിലൂടെ. അതെ, മക്ക ഇമാം തുടർന്നു അതേ വിഷയത്തിൽ തന്നെ നാം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ദിക്ർ ഉണ്ടാകും ജനങ്ങളുടെ ഇടയിൽ. നല്ല ദിക്ർ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക എന്നത് ജനങ്ങൾ നിന്നെ നന്നാക്കി പറയും. നന്നാക്കി പറയാൻ വേണ്ടി നീ പ്രവർത്തിക്കണമെന്ന അർത്ഥത്തിലേക്കല്ല, മറിച്ച് നീ നല്ല പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾ നിന്നെ സ്തുതികീർത്തനം ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്, പ്രവർത്തിച്ചതനുസരിച്ച് എന്റെ ശേഷം വരുന്നവര് എന്നെ നന്നായി കാണാനും നന്നായി പറയാനും ഉള്ളതായ രൂപത്തിലുള്ള പ്രവർത്തനം പ്രവർത്തിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം എനിക്ക് നീ ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതിന്റെ നേരെ വിപരീതം ചിന്തിക്കുകയാണെങ്കിൽ, വടക്ക് ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ, അക്രമിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അനീതി ചെയ്യുന്നവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, തട്ടിപ്പോ വെട്ടിപ്പോ അനാചാരമോ അളത്തത്തിലും തൂക്കത്തിലും കുറക്കലോ കൂട്ടലോ പോലോത്തതായ ഏത് തെറ്റുകൾ ചെറുതോ വലുതോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗം, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് ഭൂമിയിൽ നിന്നിട്ട് തന്നെ അതിന്റെ റിസൾട്ട് കാണും. ഭൂമിയിൽ നിന്നിട്ട് തന്നെ കുടിസായ ജീവിതം കാണും. ഭൂമിയിൽ നിന്നിട്ട് തന്നെ അവൻ എത്ര സമ്പാദിച്ചാലും, എത്ര വേലസുകൾ കെട്ടിയാലും, എത്ര തന്നെ വലിയ വലിയ പേരെടുത്ത കാറിൽ കയറി അവൻ ഓടിയാലും അവന് ഹൃദയ സമാധാനം ലഭിക്കുന്നതല്ല. എന്തുകൊണ്ട്? മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ഒരാൾ വടക്ക് പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ തക്കതായ പ്രതികാരം അവന് നൽകപ്പെടും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവരെ പരിശോധിക്കാൻ വേണ്ടി ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. മഹാ ശിക്ഷയാകുന്ന പരലോക ശിക്ഷ അത് വേറെയുണ്ട്. അതല്ലാതെ ഭൂമിയിൽ നിന്നിട്ട് തന്നെ സത്യവിശ്വാസികളാണെങ്കിൽ, മുസ്ലിങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ രൂപത്തിലുള്ളതായ ശിക്ഷകൾ നൽകുമെന്നത് സംശയമേ ഇല്ല. അതെ, അപ്പോൾ മക്ക ഇമാം ഓതിയതായ ഖുതുബയുടെ ഷോർട്ടായ ഭാഗം എന്താണ്? അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇവിടെ വല്ലവരും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം അവന് ഭൂമിയിലും പരലോകത്തിലും ലഭിക്കും. വല്ലവരും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ പ്രതികാരം അവന് ഭൂമിയിലും പരലോകത്തിലും ലഭിച്ചുകൊണ്ടേ ഇരിക്കും.
പോകും എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ പതിവാണ്. ആ പതിവനുസരിച്ചിട്ടാണ് ഇതുവരെ ശിട്ടികളോട് അവൻ പെരുമാറിയിരുന്നത്, അവന്റെ മുആമല നടന്നിരുന്നത് എന്ന് മക്ക ഇമാം പറഞ്ഞതായ പ്രസംഗത്തിന്റെ ഷോർട്ടായ ഭാഗമാണ്. അത് മക്ക ഇമാമൻ പ്രസംഗത്തിന്റെ സമാപനത്തിൽ ചോദിക്കുകയാണ്, എത്രയെത്ര മദ്ലൂമുകളാണ്, ആക്രമിക്കപ്പെട്ടതായ മനുഷ്യന്മാരാണ്. ആ ആക്രമിക്കപ്പെട്ട വ്യക്തി അക്രമിക്കെതിരിൽ പ്രാർത്ഥിച്ചപ്പോൾ ദുനിയാവിൽ നിന്നിട്ട് തന്നെ ആക്രമിച്ച വ്യക്തിക്ക് പ്രതികാരം നേരിടേണ്ടി വന്നതായ സംഭവങ്ങൾ എത്രയെത്ര നാം കാണുന്നു. എന്തുകൊണ്ട്? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ ദുനിയാവിൽ നിന്നിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും എന്നതിലേക്കുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുകയാണ്, ഫമ്മാമൻ ആതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഇവിടെ വേണ്ടത് ഈ മൂന്ന് കാര്യം ശരിക്ക് ക്ലിയർ ആക്കിയാൽ മതി. ഒരുത്തൻ അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പന അനുസരിച്ചിട്ട് അവന്റെ കൂടെയുള്ളതായ കാശ്, അവന്റെ കൂടെയുള്ളതായ സമ്പത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുക. മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ ഹുസ്ന കൊണ്ട് വിശ്വസിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അതനുസരിച്ചിട്ട് ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി പാടുപെടുക. ആ വിശ്വാസത്തിൽ കോട്ടം തട്ടാതിരിക്കുക, ആ വിശ്വാസത്തിൽ തീരെ കോട്ടം തട്ടാതെ അതിനെ മുത്തുപോലെ, സ്വർണം പോലെ, മാണിക്കം പോലെ, ജീവൻ പോലെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുക. അങ്ങനെയാണെങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവൻ ഇവിടെ എളുപ്പമുള്ള ജീവിതം, എളുപ്പമായ രീതിയിൽ ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അവന് നാം ഉണ്ടാക്കി കൊടുക്കും. അത് നേരത്തെ പറഞ്ഞ ആയത്തുകളുടെ സഹായത്തോടു കൂടി ദുനിയാവിൽ തന്നെ അത് ലഭിക്കും. അതിനു പുറമെ ഈ ആയത്തിൽ ഫസനുയസ്സിറുഹു ശേഷം അവന്റെ പരലോകത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ളതായ ചുറ്റുപാട് ലഭിക്കും. വമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നത് കാണാം. ഒരാള് തോന്നിവാസം ചെയ്ത്, അക്രമം ചെയ്ത്, അനീതി ചെയ്ത്, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ വആസറൽ ഹയാത്തദ് ദുനിയ, അവൻ ദുനിയവിയായ ഈ നശ്വരമായ ജീവിതത്തെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അവന് ജഹന്നമ എന്ന ആ മഹാ ശിക്ഷ ലഭിക്കേണ്ടി വരും. ആ ശിക്ഷയുള്ളതായ ആ മഹാ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചന നൽകുന്നതായിട്ട് കാണാം. ഏതായാലും മക്ക ഇമാമിന്റെ പ്രസംഗം അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ടൈമിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് മദീന ഇമാമിന്റെ സംസാരത്തിലേക്ക് നമുക്ക് ചെല്ലാം. മദീന ഇമാമ് ഇന്ന് ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തിയാണ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച വിഷയം ആദമിന്റെ സന്തതികൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ സന്തതികളുടെ ആ ജീവിത രീതി എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഖിസ്സ തന്നെ അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ ഖിസ്സ ആദം അലൈഹിസ്സലാം ആകുന്ന നമ്മുടെ വാപ്പയെ, നമ്മുടെ ഉമ്മയാകുന്ന ഹവ്വ അലൈഹിസ്സലാമിനെ, അവർ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ സ്വന്തം കയ്യാലെ അള്ളാഹുവിന്റെ അളമത്തിനോട് ദാത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ളതായ ഷിട്ടിപ്പ് അള്ളാഹുവിന്റെ കയ്യിലൂടെ ആദം അലൈഹിസ്സലാമിനെ ഷിട്ടിച്ചു എന്നാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഷിട്ടിച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടുപേരെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ ഈ വൃക്ഷത്തിലേക്ക് അടുത്തു പോകരുത്. ഈ വൃക്ഷത്തിനെ തൊട്ടുപോയാൽ നിങ്ങൾ അക്രമികളായി മാറും. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒരു മിസാല് നമുക്ക് അവരുടെ വാപ്പയിലൂടെ ഉമ്മയിലൂടെ പഠിപ്പിക്കുകയാണ്. അവിടെ വിരോധിക്കപ്പെട്ടു. ആ വിരോധിക്കപ്പെട്ടതിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശത്രു ഇന്നാളാണ്, ആ ശത്രു നിങ്ങൾ അനുസരിച്ചു പോകരുത്, ആ ശത്രുവിന്റെ വാക്ക് നിങ്ങൾ പാലിച്ചു പോകരുത്, കേട്ടുപോകരുത്, നിങ്ങൾ ഈ വൃക്ഷത്തിലേക്ക് അടുത്തു പോകരുത്. ഫവസ്വസ ലഹുമ ശൈത്താൻ, ആ ശത്രുവായ പിശാച് വസ്വാസ് ഇട്ടുകൊടുത്തു. ദുനിയാവിലും അങ്ങനെ സംഭവിക്കും. ദുനിയാവിൽ ഇവിടെ നാം വന്നു കഴിഞ്ഞാൽ അതേ രൂപം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നന്മകളുണ്ട്, ഇവിടെ തന്മകളുണ്ട്. നന്മകൾ നിങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പ്രേരണ ലഭിക്കുന്നു. മലക്കുകൾ നമ്മുടെ കൂടെ തന്നെ സഹായിക്കാനുണ്ട്. തിന്മകൾ അത് പിശാചിന്റെ ഭാഗത്തിൽ കൂടി വരുന്നതാണ്. അതുകൊണ്ട് പിശാചിന്റെ വസ്വാസിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അവിടെ കൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആ കൽപ്പിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പുള്ളതായ ഒരു രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കൂടി സൃഷ്ടിച്ചുണ്ടാക്കുകയാണ്. മക്ക ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പതിവ് അവിടെ നടപ്പാക്കുകയാണ്. ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് അവർക്ക് വസ്വാസിട്ട് കൊടുത്തു. ലിയുബദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട്? ആ പിശാചിനെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവർ മറച്ചിരുന്ന ആ ഔറത്തിനെ, ആ ശരീരത്തിൽ കാണാൻ പാടില്ലാത്തതായ ആ കുറവുകളെ അത് പ്രകടമാക്കേണ്ടതായ ഗതികേട് വരും. എപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതെ പിശാചിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നതെങ്കിൽ. എന്നിട്ട് പിശാച് വരുന്ന സംഭവമാണ് പിന്നെ അല്ലാഹ് പറയുന്നത്, ഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ. പിശാച് വസ്വാസിട്ട് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആദമേ,
അല്ലയോ ഹവ്വ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ വൃക്ഷത്തെ തൊട്ട് തടഞ്ഞത്? ഒരു പക്ഷേ നിങ്ങൾ ആ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. അവന്റെ വസ്വാസന്റെ കോലം കണ്ടില്ലേ? അവൻ വസ്വാസം ഇടുന്ന കോലം കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കാം, നമുക്കതറിയുകയില്ല. അവർ ചിലപ്പോൾ മറന്നിരിക്കാം അള്ളാഹു പണ്ട് വാഗ്ദാനം ചെയ്തതായ വാഗ്ദാനങ്ങളൊക്കെ. ഏതായാലും പിശാച് വന്നിട്ട് വസ്വാസിട്ട് കിടക്കുന്ന രൂപം കേൾക്കുക. അള്ളാഹു ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്ന് തിന്നരുതെന്ന് പറയാൻ കാരണം, നിങ്ങൾ തിന്നാൽ മലക്കുകളുടെ സ്റ്റാൻഡിലേക്ക് എത്തും, മലക്കുകളെ പോലെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, നിങ്ങൾ എന്നെന്നും ഇവിടെ സ്വർഗത്തിൽ താമസിക്കേണ്ടി വരും. അത് രണ്ട് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ തിന്നലാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ തിന്നാതിരിക്കലല്ല ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഖാസമഹുമാ ഇന്നീ ലകുമാ മിനൻ നാസിഹീൻ, അവൻ സത്യവചനം ചെയ്യുകയാണ്, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് സദുപദേശം ചെയ്യാൻ വേണ്ടി വന്നതായ വ്യക്തിയാണ് എന്ന് അവൻ പറഞ്ഞു നോക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്. എന്തിനാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത്? ആദമിന് സംഭവിച്ചതായ അതേ ശൈലി, അതേ രൂപം, അതേ കോലം ഇവിടെ ഭൂമിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ പിശാച് സയ്യന ലഹും ശൈത്താനു അമാലഹും, പിശാച് നമ്മുടെ മുമ്പിൽ നമ്മുടെ അമലുകളെ, തെറ്റായ കാര്യങ്ങളെ, വ്യഭിചാരങ്ങളെ, അനാചാരങ്ങളെ, പലിശയെ, കൂന്താട്ടങ്ങളെ, തോന്നിവാസങ്ങളെ എല്ലാം നന്മയുള്ളതാക്കിയിട്ട് നല്ല കാര്യമായിട്ട് തോന്നിപ്പിച്ചു തരും. അവനോട് സത്യം ചെയ്തു വാപ്പാന്റെ മുമ്പിൽ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെ മുമ്പിൽ അവൻ സത്യവചനം ചെയ്തു. അതുപോലെ ഇവിടെയും നമുക്ക് തോന്നിപ്പിച്ചു തരും. എന്താ ഒന്ന് വ്യഭിചരിച്ചാൽ, എന്താ കുറച്ച് കട്ടാൽ, എന്താ കുറച്ച് കളവ് പറഞ്ഞാൽ, എന്താ കുറച്ച് പലിശ തന്നാൽ എന്താ വരാൻ പോകുന്നത്, അതൊക്കെ അല്പസമയം ആസ്വദിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കും. അവന്റെ മക്കർ അങ്ങനെയാണ്, അവന്റെ വഞ്ചനയുടെ ചതിവിന്റെ ശൈലി അങ്ങനെയാണ്. അത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഫസദ്ദഹും അനിസ് സബീലി വഹും ലാ യഹ്തദൂൻ, പിശാച് അവരുടെ സന്മാർഗത്തിലുള്ളതായ റൂട്ടുകളെ മുഴുവനും തടഞ്ഞു കളഞ്ഞു. അങ്ങനെയാണ് അവൻ സമീപിക്കുക. തെറ്റായ കാര്യങ്ങളെ നല്ലതാക്കി കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവരെ തിന്മയിലേക്ക് തെളിക്കും, നന്മയിലേക്ക് തെളിക്കുന്നതല്ല. ഇതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളാകുന്ന ആദമിനും ഹവ്വാഇനും പണ്ട് സംഭവിച്ചതുപോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. സൂറത്ത് അൽ അറാഫിൽ പറയുന്ന ശൈലിയാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നത്. വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ ഫദല്ലാഹുമാ ബിഗുറൂർ, വഞ്ചനയും ചതിവുമാണ് അവൻ അവിടെ കാട്ടിയത് ആദമിന്റെ മുമ്പിൽ. ഫലമ്മാ ദാഖ ശജറത, അങ്ങനെ അവർ രണ്ടുപേരും പെട്ടുപോയി, പിശാചിന്റെ ആ വഞ്ചനയിലും ചതിവിലും പെട്ടുപോയി. നമ്മുടെ വാപ്പയും ഉമ്മയും പെട്ടുപോയി. എന്തിനാണ്? നാം ഇവിടെ ഭൂമിയിൽ അവരെ രണ്ടുപേരെയും ഇറക്കിയതിനു ശേഷം അവരുടെ മക്കളായ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബിമാരിലൂടെ പഠിപ്പിച്ചു, ആ പണ്ട് നിങ്ങളുടെ വാപ്പയും ഉമ്മയും അവർക്ക് രണ്ടുപേർക്കും സംഭവിച്ചതായ തെറ്റ് നിങ്ങൾക്ക് ഇനി സംഭവിക്കരുത്, അവനെ നിങ്ങൾ പിൻപറ്റരുത്, നിങ്ങൾ അവനെ അനുസരിക്കരുത്. ഇന്ന ശൈത്താന ലക്കും അദു, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ആദമിന്റെ ശത്രുവാണ്, ആദമിന്റെ മക്കളുടെ ശത്രുവാണ്. ഫത്തഖദുഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതാണ്. അള്ളാഹു തുടരുകയാണ്. ഫലമ്മാ ദാഖ ശജറത, അള്ളാഹു വിരോധിച്ചതായ ആ വൃക്ഷത്തിൽ നിന്നിട്ട് അവർ തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബദത ലഹുമാ സൗആതുഹുമാ, അവരുടെ ഔറത്തൊക്കെ പ്രകടമായി. സ്വർഗീയ വസ്ത്രം ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്ന് വീണു, അത് നഷ്ടപ്പെട്ടു, അത് അവരിൽ ഇല്ലാതെയായി മാറി, അവരതിന് അർഹരല്ലാതായി മാറി. സ്വർഗത്തിലുള്ളതായ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ എടുത്തിട്ട് അവരുടെ ഔറത്ത് മറക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. വനാദാഹുമാ റബ്ബുഹുമാ, അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളി വരുന്നു, അലം അൻഹകുമാ അൻ തിൽകുമ ശജറ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വൃക്ഷത്തിൽ നിന്നിട്ട് തിന്നരുത് എന്ന്? വഖുൽ ലകുമാ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്ന ശൈത്താന ലകുമാ അദുവ്വും മുബീൻ, പിശാച് നിങ്ങളുടെ കഠിന ശത്രുവാണ് എന്ന്? നിങ്ങൾ എന്തിനാണ് എന്റെ കൽപ്പന ധിക്കരിച്ചു? നിങ്ങൾ എന്തിനാണ് പിശാചിനെ അനുസരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശയപ രൂപത്തിൽ രണ്ടുപേരോടും ചോദിച്ച ചോദ്യം നമുക്ക് ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലൂടെ പല രൂപത്തിൽ പല ശൈലിയിൽ പഠിപ്പിച്ചത് എന്തിനാണ്? ഈ ആദം അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും ഇതാ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദം അലൈഹിസ്സലാം വിഷം തിന്നതുപോലെ ഞാൻ നിങ്ങളോട് വിരോധിച്ചതായ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആദമിനെ പുറത്താക്കപ്പെട്ടതായ സ്വർഗത്തിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പൂതിയുണ്ടെങ്കിൽ ആദം അലൈഹിസ്സലാം പിന്നെ ചെയ്തതായ രണ്ടാമത്തെ സംഭവം എന്താണ്? അത് ആദമും ഹവ്വയും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് ആദമും ഹവ്വയും കൂടി പശ്ചാത്തപിച്ചു. അപ്പോൾ അവിടെ നിന്ന് പശ്ചാത്തപിച്ചപ്പോൾ പശ്ചാത്താപം സ്വീകരിച്ചതോടൊപ്പം അവരെ സ്വർഗത്തിൽ താമസിക്കാൻ വിട്ടില്ല. നിങ്ങൾ സ്വർഗത്തിന് അർഹരല്ല തെറ്റ് ചെയ്തതുകൊണ്ട്, നിങ്ങളിപ്പോൾ തൽക്കാലമായിട്ട് ഭൂമിയിലേക്ക് താമസിക്കാൻ പോകണം. മക്ക ഇമാം പറഞ്ഞതായ അള്ളാഹുവിന്റെ സുന്നത്താണത്, അള്ളാഹുവിന്റെ ഹിക്മത്താണത്. ആ
ഹൈക്കമത്തും സുന്നത്തും ഇവിടെ നടപ്പാക്കപ്പെടുകയാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാവിനെയും ആദം ഇവിടെ ഭൂമിയിലേക്ക് ഇറക്കി, കൂടെ ഇബ്ലീസിനെയും. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും ശത്രുക്കളാണ്. അഥവാ പിശാചുകൾ മനുഷ്യന്മാരുടെ ശത്രുവാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ ശത്രുവാണ് എന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്, അവരെ നിങ്ങൾ ശത്രുക്കളായിട്ടാണ് കാണേണ്ടത്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾ ഭൂമിയിൽ തൽക്കാലമായിട്ട് ഞാൻ തീരുമാനിച്ച ടൈം വരേക്കും താമസിക്കേണ്ടവരാണ്. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ അത് നിങ്ങളുടെ പരീക്ഷണ ഹാളാണ്. ആ പരീക്ഷണ ഹാളിൽ നിങ്ങളെ പരിശോധിക്കപ്പെടുകയാണ്. ആ പരിശോധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ എന്റെ കൽപ്പന ധിക്കരിച്ചാൽ പറ്റൂല, എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് വല്ല തെറ്റ് കുറ്റങ്ങൾ അഥവാ വന്നുപോയാൽ, അവിചാരിതമായി വന്നുപോയാൽ, നിങ്ങളുടെ വാപ്പ പണ്ട് തൗബ ചെയ്തതുപോലെ ഉമ്മ തൗബ ചെയ്തതുപോലെ നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള ചാൻസ് ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന സമയം വരേക്കും നിങ്ങൾക്ക് തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുവരേക്കും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പശ്ചാത്തപിക്കാം. ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, ഇഷ്ടമില്ലാത്തവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും തൗഹീദാകുന്ന ഏകദൈവ വിശ്വാസം, അള്ളാഹുവിന് മാത്രം ആരാധന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച അറിവ്, അള്ളാഹ്ക്ക് മാത്രം ജീവിതം മരണം എന്നതായ ആ തൗഹീദിന്റെ മജ്ജ ഉൾക്കൊണ്ട് ജീവിച്ചവരാണെങ്കിൽ അവർക്ക് തൽക്കാലം നരകത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ തന്നെ, അള്ളാഹ് തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തൽക്കാലം നരകത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് നരകത്തിൽ കടക്കേണ്ടി വരികയില്ല. എന്തുകൊണ്ട്? തൗഹീദ് കാരണത്താൽ അവർക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനകളിൽ വാക്കുകളിൽപ്പെട്ടതാണ് വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ ഖാല ഫീഹാ തഹയൗന വഫീഹാ തമൂതുന വമിൻഹാ തുഖ്റജൂൻ. നിങ്ങൾ അവിടെയാണ് ജീവിക്കേണ്ടത്, അവിടെയാണ് മരിക്കേണ്ടത്, അവിടുന്നാണ് നിങ്ങൾ വീണ്ടും പരലോകത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ താമസം ഉറപ്പിക്കേണ്ടത് അത് സ്വർഗ്ഗലോകത്തിലേക്ക് ആയതുകൊണ്ട്, നിങ്ങളുടെ തറവാട് സ്വർഗമായതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ വരണമെന്ന് പൂതിയുണ്ടെങ്കിൽ പറയും പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദം തെറ്റ് ചെയ്തതുപോലെ ഇനിമേലിൽ. അതുകൊണ്ട് തന്നെ ആദം അലൈഹി ഇസ്ലാമിന്റെ ഹിസ്റ്ററിയിൽ കാണാം, ഖസസുൽ അംബിയ പരിശോധിച്ചാൽ ആദം അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം തെറ്റ് തീരെ തീണ്ടാത്തതായ ഒരു മനുഷ്യനായിരുന്നു. ഭൂമിയിൽ വന്നതിന് ശേഷം മതിയല്ലോ ഒരു തെറ്റ് ചെയ്തത് കാരണത്താൽ സംഭവിച്ചത്, അതിന്റെ അപകടം ആദം അലൈഹി ഇസ്ലാം അനുഭവിച്ചത് കൊണ്ട് പിന്നെ അവർ തെറ്റെന്താണെന്ന് തീണ്ടിയിട്ടില്ല എന്നതാണ്. അതുപോലെ തെറ്റ് ചെയ്യാത്തവരാണ് അവർക്ക് ശേഷം വരുന്ന സർവ്വ നബിമാരും മഅസൂമികളായിരുന്നു. തെറ്റുകളെ തൊട്ട്, പ്രത്യേകിച്ച് വന്തോഷങ്ങളെ തൊട്ട് മഅസൂമികളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർ ഇസ്മത്ത് ചെയ്തതാണ്. ഏതായാലും ഇവിടെ തെറ്റ് അവരിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവരാവട്ടെ, നബിമാരല്ലാത്തവരിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവരാവട്ടെ, ആദമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പശ്ചാത്താപം സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ കവാടം ഇവിടെ തുറന്നു വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ആ തൗബയുടെ കവാടം അത് ഇവിടെ സൂര്യൻ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്തിൽ നിന്നിട്ടും അസ്തമിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്നിട്ടുമാണ്. അതിന്റെ നേരെ വിപരീതമാകുന്ന സമയം വരാൻ പോകുന്നുണ്ട്. ആ ദിവസം വരേക്കും ഇവിടെ തൗബയുടെ വാതിൽ തുറക്കപ്പെടുന്നതാണ്. ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ തൊണ്ടക്കുയിലേക്ക് ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ അവന്റെ തൗബ പിന്നെ സ്വീകരിക്കപ്പെടുന്നത് അല്ല. അതുവരേക്കും അവന് ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ തയ്യാറാണ്, സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ കേട്ടതിനെ, ഇതുവരെ ഞാൻ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ സത്യം പോലെ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മദീനയിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വിശുദ്ധ മദീനയിലേക്കും മക്കയിലേക്കും ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും സിയാറത്തിന് വേണ്ടിയും വരാൻ ആഗ്രഹിക്കുന്ന, ഏത് രൂപത്തിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വരാനുള്ളതായ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് പലരും മരണപ്പെട്ടതായിട്ട് പലരും വിളിച്ചു പറഞ്ഞു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്വമാക്കി മാറ്റട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്രകാരം സന്താനമില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ ഇണകൾ അല്ലാഹു നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.